കുട്ടപ്പന അവിടെ കളിക്കുന്നുണ്ട്. അത് റെഡ് ടീഷർട്ട്. കുട്ടപ്പന അവിടെ കളിക്കുന്നുണ്ട്. കുട്ടൂസ് അട്ടൂസ് ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. നല്ല പാർക്കാണ്. അട്ടൂസ് ഇഷ്ടമായ പാർക്ക് നടിച്ചാൽ മതി. നേരെ ഇവിടെ വരാം, ഫുഡ് എൻജോയ് ചെയ്യാം. നല്ല പാർക്കുണ്ട്. അതെ, എൻ്റെ മനസ്സിലാകാൻ കണ്ടോ, ടാനായി, ഫുൾ ടാനായി. സ്പോർട്സ് ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫുൾ ടാനായി. അതിന് മുന്നേ ടാനായിരുന്നു. ഡക്ക് കണ്ടു, ഫിഷ് കണ്ടു. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. ഞാനുണ്ടല്ലോ കുറച്ച് കാലമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി നാളായിട്ട് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. ഫൈനലി എനിക്ക് മനസ്സിലായി, ഞാനൊരു ഡിസിഷൻ എടുത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല, പെർഫെക്ഷൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങളൊന്ന് പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു പാർക്കിൽ വന്നാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് ഇപ്പം തന്നെ അതിൻ്റെ പേര് ഞാൻ കണ്ടത്, ഈ പാർക്കിൻ്റെ പേര് ഹിഫായ എന്നാന്ന് തോന്നുന്നു. നമ്മുടെ UAE ഫുജേറയിൽ ഹാങ്ങിങ് ഗാർഡൻ അടുത്തായിട്ട് താഴെയായിട്ട് വരും കേട്ടോ. ഇതിലിവിടെ എഴുതിയേക്കുന്നതുണ്ടോ, ഞാൻ തിരിച്ചു പിടിക്കാം. അത് ബാക്ക് എടുക്കണമല്ലോ അല്ലേ. എനിവേ, ഇപ്പം ഞാൻ അല്ലാതെ കാണിക്കാം. അൽ ഹിഫായ ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതാ കണ്ടോ, അൽ ഹിഫായ ലേക്ക്. ഇത് നമ്മുടെ എന്താണ്, അണ്ടർ ദ പാസ്റ്റേഴ്സ് ഓഫ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖസാമി, മെമ്പർ ഓഫ് ദ സുപ്രീം കൗൺസിൽ ആൻഡ് റൂളർ ഓഫ് ഷാർജ. ഈ ലേക്ക് വന്നിട്ട് നമ്മുടെ ഹാങ്ങിങ് ഗാർഡിൻ്റെ താഴെയായിട്ട് വരും. ഹാങ്ങിങ് ഗാർഡിന് എവിടെയെന്ന് ചോദിച്ചാൽ കൽബയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒമാൻ സൈഡിൽ വിളിച്ചിട്ട് അടുത്തായിട്ട് വരുന്നൊരു പാർക്കാണിത്. സംഭവമൊന്നുമില്ല, ഇവിടെ ഇതുപോലെ മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല ഫ്ലവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവിടെ ആയിട്ടൊരു പാർക്കുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ താഴെയായിട്ടൊരു ഡാം കാണുന്നൊരു ഡാമാണ്. ഈ ഭാഗത്തായിട്ട് അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും, പിന്നെ ഇവിടെ ഒരു മാറാന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. പോരാതെ നേരെ കാണുന്ന ഈ ഡാമിനടുത്ത് അങ്ങ് സൈഡിൽ ബോട്ടിംഗ് ഉണ്ട്, അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാരൻസിന് നമുക്കിവിടെ ഇരിക്കുകയും ചെയ്യാം, ഫുഡ് കഴിക്കാം. നല്ല റെസ്റ്റോറൻ്റാണ്, പിന്നെ നല്ല ബോട്ടിംഗ് ഉണ്ട്, നല്ല വെള്ളമൊക്കെ കണ്ട് സുഖമായിട്ടിരിക്കുക. പിന്നെ ഇത് മാത്രമല്ല, നല്ല ഭംഗിയുള്ള ഫിഷ് കണ്ട് ഞാൻ കുറേ നേരം നോക്കി നിന്നു. കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ, നോക്കിക്കേ, നന്നായിട്ട് വളർത്തുന്നുണ്ട്. ശരിക്കും ഉണ്ട് കേട്ടോ, ഒരുപാട് ഫിഷ് ഉണ്ട്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചാൽ അതുപോലെ ഉണ്ട്. ഇതിനകത്തെല്ലാം നന്നായിട്ട് അവർ ഡാമാക്കി എടുത്തിട്ട് കണ്ടോ, അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ, ഇങ്ങനെയുള്ളൊരു ഡാം, അതൊരു പ്രത്യേക ഷേപ്പിൽ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ആ ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തേക്കാണ്. ഇവിടെ ഇതുപോലെ നന്നായിട്ട് ഫിഷും മറ്റേ താറാവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കിക്കാൻ നല്ല ഭംഗിയാണ്, കാണാനൊക്കെ നല്ല രസമാണ്. സെയിം ടൈമിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, അവിടെ ഇരിക്കാം, സംസാരിക്കാം. നല്ലൊരു പീസ്ഫുൾ ഏരിയ. അപ്പോൾ UAEയിലുള്ളവർ നമുക്കിവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഇട്ടാലും മതി ലൊക്കേഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താണ് ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര് നോക്കി വെച്ചേട്ടാ, അൽ ഹിഫായ പാർക്ക് നടിച്ചാൽ മതി. നേരെ ഇവിടെ വരാം, ഫുഡ് എൻജോയ് ചെയ്യാം. നല്ല പാർക്കുണ്ട്. അതെ, എൻ്റെ കുട്ടപ്പന അവിടെ കളിക്കുന്നുണ്ട്. അത് റെഡ് ടീഷർട്ട്. കുട്ടപ്പന അവിടെ കളിക്കുന്നുണ്ട്. കുട്ടൂസ് അട്ടൂസ് ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. നല്ല പാർക്കാണ്. അട്ടൂസ് ഇഷ്ടപ്പെട്ടോ? നല്ല പാർക്കാണോ? ഇനി ഇവിടെ വരണോ? ഇല്ല. അതെ, കുട്ടു ഇഷ്ടപ്പെട്ടോ? പാർക്ക് ഇഷ്ടപ്പെട്ടോ? അതെ, അതെയോ? ചെയ്തോ. അപ്പം ഇവിടെ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ഒരു വലിയ ഒരു ഹിൽസൊക്കെ ഉണ്ട്. കൊച്ചാടിക്കാം, അമ്മ വരാം കേട്ടോ. ഇങ്ങനെയുള്ള ചില കഷ്ടപ്പാടുകളൊക്കെ ഒഴിച്ചാൽ എനിക്കും വന്നാൽ എൻജോയ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും അവരുടെ വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നാലും പിന്നെ അവരോടെയൊക്കെ കളിക്കാം. അവരുടെ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്ത് കളയുന്നില്ല. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിക്കേ. വാ, ഒരു ഹായ് പറഞ്ഞേ. വെൽക്കം ബാക്ക് എന്ന് പറ. വെൽക്കം ബാക്ക്.
ബേബി ആയ പിന്നെ സത്യം പറയാമല്ലോ എങ്ങനെയൊക്കെ നോക്കിയിട്ട് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പ്ലേ ഗ്രൗണ്ടിന് കുറേ സേഫ്റ്റി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ വരുമ്പോൾ ഈ പുറത്തെ ഗേറ്റ് 1-2ഒക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അവരൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാർക്കിൻ്റെ ആ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ നേരെ റോഡാണ്, അവിടെ വണ്ടി വരും. പക്ഷേ ഇപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്, ലോക്ക് ചെയ്തു, സേഫാണ്, ആ കാര്യത്തിൽ സേഫ്റ്റി ഉണ്ട്. പിന്നെ നേരെ കാണുന്ന ബോട്ടിംഗ് ആണ്. ഫാമിലി എത്ര പേര് വന്നാലും നമുക്ക് അത്യാവശ്യം ബോട്ടിംഗ് ഒക്കെ നടത്താം. സൈറ്റ് സീയിങ് നന്നായിട്ടുണ്ട്. പിന്നെ നല്ല ഷെയ്ഡുണ്ട്, ഇതുപോലുള്ള ഷെയ്ഡുണ്ട്. പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞു ബേബിയും അപ്പായി ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞു ബേബി ഹായ്. ആള് ഒത്തിരി നാൾ കൂടിയിട്ടൊന്ന് പുറത്ത് വന്നാണ് കേട്ടോ. വീട്ടിൽ തന്നെയായിരുന്നു, വീട് ഡേ കെയർ ആയിട്ടൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇതാ ഓട്ടത്തിൽ എന്നാ പറയണേ, എന്നും രാവിലെ ഓടുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. അപ്പോൾ ഇടയ്ക്ക് ഒരു സാറ്റർഡേ സൺഡേ വല്ലോ ഓഫുള്ളൊക്കെ കിട്ടിയാൽ ഇങ്ങനെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ളതാണ് പരമാർത്ഥം. ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കി. ഇപ്പം ഇത് അവിടെയായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അവിടുന്ന് നേരെ ക്രോസ് ചെയ്ത പാർക്ക്, പിന്നെ ഇവിടെ വരാം ബോട്ടിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വ്യൂ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. എന്നെക്കൊണ്ട് പരമാവധി ഞാൻ എടുത്തു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഒരു വാവ് പറയാൻ തോന്നുന്നുണ്ടല്ലേ, പറഞ്ഞോളൂ, കാരണം നല്ല ഭംഗിയാണ്. ഇതൊരു UAE ആണെന്നുള്ളതാണ്, ഇത് UAE ആണെന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മറ്റൊരു സത്യം. ഇവർ നമ്മുടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അതുപോലെ അവർ തരുന്നുണ്ട് കേട്ടോ. എവിടെ വേണേലും നമുക്ക് കാണാം, പോകാം, അത്രയും നല്ല സ്ഥലമാണ് അക്കാര്യത്തിൽ. പിന്നെ ആയക്കൂടുള്ളൊരു കുഴപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചൂടൊക്കെയാണ്, അത് നമുക്ക് സഹിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെയുണ്ട്, നല്ല അടിപൊളി ബോട്ടിങ്ങാണ്. ഇനി ഇതിൻ്റെ നേരെ അതെ ആ മുകളിൽ കാണുന്ന വഴി നേരെ പോയ ഹാങ്ങിങ് ഗാർഡനാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തേക്കാൾ 2 വർഷമായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഹാങ്ങിങ് ഗാർഡൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓൺ ദ വേ ടു ഒരു മഴയുടെ, ഷാർജയിൽ മഴ പെയ്യുന്നൊരു വീഡിയോയിലാണ്, അതിലാന്ന് തോന്നുന്നു. അതിൽ ഞാൻ ഹാങ്ങിങ് ഗാർഡൻ്റെ വീഡിയോ പോകുന്ന വഴി കാണുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മുടെ, വീണ്ടും ഞാൻ ഈ പാർക്കിൻ്റെ പേര് മറന്നുപോയെന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ചില വാക്കുകൾക്ക് നമുക്ക് മനസ്സിലാകത്തില്ല. അൽ ഹിഫായ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കിട്ടും, ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം, ഫിഷൊക്കെ കാണാം, സുഖമായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരാനും, പിന്നെ എൻ്റെ ഒരു എന്നാ പറഞ്ഞത് വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഇതെടുത്താണ് കേട്ടോ. അതെന്നാ പറയണേ, ഇനി എന്നാണ് അടുത്ത വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നില്ല, അതാണ് ടൈമിങ്, അവസ്ഥ അതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോസ് ഉടനെ ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ എന്നാലും ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സപ്പോർട്ട് ചെയ്യണം. പിന്നെ UAE-യിലുള്ളവർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. പിന്നെന്താണ്, കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഫുജേറ എന്ന് പറയുന്ന സ്ഥലം സത്യം പറഞ്ഞ പിക്നിക് സ്പോട്ടാണ്. നമുക്ക് ദുബായിലുള്ളവരും ഷാർജ ഉള്ളവരും അബുദാബി എല്ലാം എവിടുന്ന് വന്നാലും ഇവിടെ വന്നാൽ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ. പറഞ്ഞ് തീരാത്ത പോലൊരു തോന്നൽ, കുറച്ചുകൂടെ പറയട്ടെ. അപ്പോൾ ഇനി ലോങ് ആയിട്ട് അധികം എടുക്കുന്നില്ല. ഇനി അടുത്ത വീഡിയോ വരാം. ഈ ഒരു പാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു നേരത്തെ ജൂലൈ ലാസ്റ്റ് ഞാനൊരു വീഡിയോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അധികം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല, കാരണം ബേബി ആയിട്ട് അത്ര തിരക്കായിപ്പോയി. അപ്പോൾ ഇനിയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ തിരക്കുള്ള ഒരു അമ്മയാണ്, 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, ജോലിക്ക് പോകുന്നുണ്ട്, വീട് നോക്കണം. അപ്പോൾ ആകെ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബൈ. ഇനി ബൈ പറഞ്ഞേ. ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുമെന്ന് പറ.
ഫണ്ട് സൂപ്പറാ. ഓക്കെ, പക്ഷെ പക്ഷെ ഞങ്ങൾ പുറത്തിച്ചിരി വെയില, അതാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് പോകാൻ കണ്ടാൽ മനസ്സിലാകാൻ കണ്ടോ, ടാനായി, ഫുൾ ടാനായി. സ്പോർട്സ് ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഫുൾ ടാനായി. അതിന് മുന്നേ ടാനായിരുന്നു. ഡക്ക് കണ്ടു, ഫിഷ് കണ്ടു. ഓക്കെ, അപ്പം ഇവിടെ വരുന്നവർ വരിക, എൻജോയ് ചെയ്യുക, പോവുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. ഓക്കെ, അപ്പം ടേക്ക് ബൈ ബൈ.